കൊച്ചിന് ഉടുപ്പ് ഉടുപ്പില്ല മോളെ. ഒരു 5 രൂപ എടുത്തിട്ട് വാ. താനാ ഒരുമയുടെ ഓണം. ഓണം നമ്മുടെ ദേശീയോത്സവമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ അമ്മേ അവിടെ ആരാടാ നീ? എന്താ നിനക്ക് വേണ്ടേ? പല സാധനം കിടക്കുമോ? ഇവിടെ ഒന്നുമില്ല, നീ പോയേ. ഇവിടെ ഒന്നുമില്ല, പോയ ഇവിടുന്ന്. ഒന്നുമില്ല, പോയേ. ഡാ നിക്കവിടെ. നീ പഴയ കുപ്പി വല്ലതും എടുക്കുവോ? എന്നാ നീ അപ്പുറം വാ മോളെ. ഇതൊക്കെ എടുത്തോട്ടാ. വെച്ചു എടുത്തെടുത്തെടുത്ത്. അമ്മേ, ഏട്ടന്റെ ടീഷർട്ട് നമുക്ക് അവന് കൊടുക്കാം. പാവല്ലേ അമ്മേ? മോനെ ഇവിടെ വന്ന് ഇത് വെച്ചോട്ടാ. ആ മുരുക, നല്ല കോളത്തുണ്ടല്ലോടാ ഒന്ന്. ആമ സാർ. എന്താണ് നിന്റെ കയ്യില്? എന്റെ ഒന്നിൽ അടിച്ചു മാറ്റിയതാണോ? ഇല്ല സാർ, അതെന്താ അമ്മ കൊടുത്തത്. ഇത് അതിന് മാത്രമൊന്നും ഇല്ലടാ. പശുക്കത് സാർ, എന്നത് കൊടുങ്ക്. എന്താ വെച്ചോ. എന്ത് ചെയ്തിട്ടെന്താ? അവസാനം കാലം ഉടച്ച പോലെയല്ലേ. നന്ദി പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല. എന്റെ പൊന്നു സുമതിയെ, ഈ 1-ാം തീയതി ആയിട്ട് ഞാൻ നാവ് നടക്കി വായിൽ വെക്ക്. ഭഗവാനെ, എന്റെ ആളുടെ വായ തോരാത്ത വർത്താനം ഒന്ന് നിർത്തി തരണേ. 1-ാം തീയതി ആയിട്ട് എല്ലാം കഴിഞ്ഞു പോയല്ലോ. എന്നെ പഴിച്ച് വിളക്ക് കൊളുത്താൻ പോയപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. കേണലോ, ഏട്ടപ്പ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഒരു ഹോർലിക്സ് എടുക്കട്ടെ? വേണ്ട, കട്ടൻ മതി. എന്താ മോളെ, സുഖല്ലേ? ഈ കരിപുരണ്ട ജീവിതം അല്ലാതെ ഞങ്ങൾക്കൊക്കെ എന്ത് ജീവിതം കേണല്ലേ. ഗോപി, ഇനി 3018 രൂപ ബാക്കി. ശരി മോളെ. ഓ, നല്ല മഴയാണല്ലോ കേണല്ലേ. ഗോപിട്ടാ, അയാൾ എന്ത് ഓടിനും ചാടിനും എന്താ? അയാൾ അഹങ്കാരം കുറയില്ല, കൊടവേരം കുറയില്ല. ഒരു ചായ മറ്റുള്ളവരെ കുറ്റം നോക്കി നടന്നു. ചേച്ചിയെ, ഇന്നെന്താ കഴിക്കാൻ സ്പെഷ്യല്? ഫാറൂഖേ, ഈ വന്നിട്ടല്ലേ ഉള്ളൂ, ഇതൊന്ന് അടങ്ങ്. അല്ല ഫാറൂഖേ, സുമയ്യക്ക് ഇപ്പൊ എത്രയാന്നാ പറഞ്ഞേ? 7 കഴിഞ്ഞു ചേച്ചിയെ. ആ,
ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ അതെ, ഇതൊരു ശീലാക്കി. അതൊന്നും പറഞ്ഞ കായല ഗോപേട്ടാ, അതിനൊക്കെ ഒരു യോഗം വേണം. ഗോപേട്ട ഒരു ചായ. എന്നാ എന്തോ ഒരു കോളത്തെ പോലുണ്ടല്ലോ ഗോപേട്ടാ. ഞാനൊന്ന് ജീവിച്ചോട്ട് പാറും. പുട്ടും വേണം. കിട്ടുമ്പോ ഇല്ലല്ലോ. ആ എന്നാ അത് പോകുന്നുണ്ട്. അയ്യോ എന്റെ വണ്ടി വന്നു. രാമൻ വക്കീലിന്റെ തോറ്റ ചരിത്രമേ കേട്ടിട്ടുള്ളൂ. കോടതി കഴിഞ്ഞ് രാമൻ വക്കീൽ ഇവിടെ വരും, അപ്പൊ കാണാം. പിന്നെ നമ്മളിത് എത്ര കേട്ടതാ. ജയിച്ചു വന്നിട്ട് കാണണ്ട. എന്താണ് കഴിക്കാതല്ലോ. അത് വേണ്ട കേട്ടോ, ഈ പയ പറ്റി തീർത്തിട്ട് മതി. അപ്പൊ അതും പോയി. ഗോപേട്ടോ, അവസ്ഥ ഫാറൂഖ്, എത്ര മഴ ചെയ്തിട്ടും ചൂടിനൊരു കുറവുമില്ല. അത് ശരിയാ. അനക്കല്ലേ കേക്കണ്ടേ, സുബൈക്ക് കൂടെ ഒരു ചായ കുടിച്ചാൽ അതിന്റെ ഒരു സുഖം വേറെ തന്നെ. അല്ല ഉസ്താദേ, ഇമാമിന്റെ ഒത്തൊന്നും ബേക്കക്ക് കേൾക്കില്ലാന്ന് മജീദിന് ഒരു പരാതി ഉണ്ടല്ലോ. ഫാറൂഖ്, എത്ര ഒച്ച പോയിട്ടെന്താ കാര്യം? 2 ഉലുവിയും തരും, ഓൾക്ക് യേശുവാസിന്റെ ഒച്ചയുമാണ്. അല്ല ഉസ്താദേ, ഞാൻ കേട്ടേ പറഞ്ഞു കേട്ടോ. ഗോപേട്ടാ, ഒരു സുലൈമാൻ എടുക്കി. അനക്ക് വല്ല പണിക്കും പോയിക്കൂടെ പാറൂക്കെ? എന്ത് പണി ഗോപേട്ടാ, പണിയൊക്കെ ബംഗാളികൾക്കല്ലേ, ഇയാൾക്ക് പല ലോകമുണ്ടോ? അഞ്ഞ് ബംഗാളി കുറ്റം പറഞ്ഞിരുന്നു. അല്ല ഫാറൂഖ്, ഇജ്ജപ്പടം കയറുന്ന ആൾക്കാരെ പണി കിട്ടും. അപ്പ ഫാറൂഖ്, എനിക്ക് എന്റെ ബടായി കെട്ടുക്കാൻ സമയമില്ല. ഗോപേട്ടാ, കായ വെച്ചു കേട്ടോ. നമുക്കൊന്ന് കാണേണ്ടി വരും കേട്ടോ കേട്ടാ. കിണറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് ശരിയാക്കാന്നേ, രണ്ട് ചായ കുടിക്കാം. ആയിക്കോട്ടെ, ഞങ്ങൾ വിളിക്കാം. ഓക്കെ, രണ്ട് ചായ. നമുക്ക് അവർ അത്രയും കാര്യങ്ങൾ പറയാം, നമുക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അതൊക്കെ ശരിയാക്കാം. നമ്മുടെ കിണറിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം നോക്കണം. ഒക്കെ ശരിയാക്കാം മെമ്പർ, ഒക്കെ ശരിയാക്കാം. ആയിക്കോട്ടെ, ശരി. മെമ്പറെ, എന്റെ വീടിന്റെ ലോൺ എന്തായി? എല്ലാം കൂടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാ ബിരിയാലിക്ക. നിങ്ങളെ സബൂറായി ഒക്കെ നമുക്ക് ശരിയാക്കാം. ശരിയായാ മതി. ആ ഹക്കീം സാറോ, കൂടുതൽ ആൾ കൂടി ഉണ്ടല്ലോ. ഗോപിയുടെ 2 ചായ എടുക്കും. ഇങ്ങോട്ട് മാറിക്കടാ. ഓരോ വണ്ടിയും വരെ നമ്മുടെ സ്റ്റേഷനിൽ വന്നിട്ടല്ലേ ഒന്ന് ചാർന്ന്. ഇങ്ങോട്ട് മാറിക്കടാ. സാറേ, കനകരുണ്ടല്ലോ കൂടെ. കോഴിക്കോട്ട് നിന്ന് അവനൊരു പെണ്ണിനെ മാല പൊട്ടിച്ചിട്ട് അവനെ ഇവിടെ ഒരു പൊന്തല്. ഞമ്മക്ക് ഓരോ പണി ഉണ്ടാക്കണേ. സാറേ, ഇവനെപ്പോലുള്ളവരാ ഈ നാടിന്റെ നാശം. ഒന്ന് നന്നായിക്കൂടെ കനക, വെറുതെ മനുഷ്യനോട് പറയിപ്പിക്കാനായിട്ട്. അതൊക്കെ കാട്ടിയല്ല വേണ്ട, 4 ഇടിയ വേണ്ട. മനുഷ്യരെ മേനക്കെടുത്താനായിട്ട് ഓരോ സാധനങ്ങൾ അറിയിക്കും. നടക്കട കേട്ടെ ചേച്ചിയാ, സ്റ്റേഷനിലേക്ക് 4 ചായ പറഞ്ഞിട്ടാ. ഇതിന്റെ ഇടയിൽ മറന്നുപോയി. പ്രശ്നങ്ങൾ തന്നെ എല്ലായിടത്തും. നമസ്കാരം. എത്തിയാലോ? ഉഷ്ണം ഉഷ്ണേന ശാന്തി. അല്ല പണിക്കരെ, ഇന്ന് മഴ പെയ്യാൻ വല്ല സാധ്യതയുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പെയ്യാതിരിക്കാം, പെയ്യാൻ സാധ്യത ഉണ്ട്. പെയ്യും. അല്ല, നിങ്ങൾ വലിയ മഹാനൊക്കെ അല്ലേ, നമ്മുടെ കാര്യത്തിന് വല്ല തീരുമാനം ഉണ്ടാവുമോ? മുഖലക്ഷണം കണ്ടാല് ഇപ്പൊ തെരഞ്ഞെടുപ്പിന് നിന്നാ വിജയിക്കും. ഇതിലൊന്നും വലിയ കാര്യമില്ലാന്നേ. ആ പാർട്ടി ഫണ്ട് പിരിക്കാൻ പോവാം, കയ്യിൽ 10ന്റെ പൈസ അല്ല. ചായ. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് പോക്കറ്റില് പൈസയൊന്നുമില്ല. ഇല്ലേ? എന്നാ ശരി, 1-ാം തീയതി ആയിട്ട് ഓരോ ഗ്രാഹം തന്നെ കഴിക്കോളും. പക്ഷേ എന്തൊക്കെ വിശേഷങ്ങൾ? എന്ത് വിശേഷം? വയനാട്ടിൽ നിന്ന് വരികയാണ്. എന്ത് പനരിക്ക് ഇപ്പൊ അവിടെയുള്ള ചികിത്സ. ഓ
എന്നിട്ടിപ്പോ കുറവുണ്ടോ? ആ കുറവുണ്ട്. പക്ഷേ ഞാൻ ചായ എടുക്കട്ടെ? ചായ വേണ്ട. ഇപ്പൊ ഞാനേ ഇതുവഴി വന്നപ്പോ ഗോപി ഒന്ന് കണ്ടുപോകാന്ന് കരുതി പോന്നോ. സന്തോഷം മാഷേ. ഓക്കെ, ഇനി വരാം. എന്ത് ചെയ്യാനാ? ഇരിക്കും മക്കളെ, കയറിക്കും. എന്താ അവിടെ മാറിക്കാട് കയറി പോടാ. പിന്നെ ഒരു 50,000 വേണം. ആകെ ടാസ്ക്കാണ്. എങ്ങനെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ. എന്താ ചെയ്യാൻ യാതൊരു ഐഡിയ ഇല്ല. അല്ല, നീ ആലോചിച്ചപ്പോ കിട്ടാതെ ക്യാഷ് ഉണ്ടോ? എനിക്കൊന്നും വേണ്ട. മോനെന്താ വേണ്ടത്? പിന്നെ പഴയമായിട്ട് തരികിടൊന്നും നടക്കില്ല. ആകെ പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും ഒപ്പിച്ചെന്നാൽ വളരെ ഉപകാരമായി. എടാ, ഞാൻ ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ മറ്റേ സെറ്റപ്പിനെ ഒന്ന് വിളിച്ചു നോക്ക്. ഇപ്പോൾ പഴയമാരവൾ ഫോൺ എടുക്കുന്നില്ല. ഒരു കളി ആരുടെ നടക്കുന്നില്ല. ആകെ പ്രശ്നം. എന്താ ചെയ്യാന്ന് യാതൊരു ഐഡിയ ഇല്ല. എന്നാ മോനെ ചായ കുടി. അലോഷിയെ കണ്ടോ? ആ തരികിട അലോഷിയെ അവനെ കണ്ടാൽ തുണ്ടാക്കും. അല്ല, എന്താണ് ഇപ്പൊ പ്രശ്നം? 50,000 വാങ്ങി മുങ്ങിയിട്ടേ കുറച്ച് കാലായി. ഇന്നവന്റെ കളി അവസാനിക്കും. പൊക്കും പൊക്കും പൊക്കിയിരിക്കും. ഇങ്ങോട്ട് വാടാ, നിന്നെ കാണിച്ചോ. ഇത് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാൻ നാളെ തന്നെ ശരിയായിത്തോളാം. എങ്ങനെയും ശരിയാക്കും. നിങ്ങൾ അറിഞ്ഞുകൊണ്ടില്ല പരിപാടിയല്ലത്. ഗോപിയേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ല മോനെ. അവൻ എനിക്കും പൈസ തരാനുണ്ട്. ത് മതി. മാറിക്കടാ, കൊണ്ടെടുക്കടാ. പൈസ ഉള്ള കയ്യില് ഈ പൈസ ഒരു ബെന്നിന് പോലും തരില്ലല്ലോ. പോ, നീ പോയിട്ട് വാ. തിരക്ക് കഴിഞ്ഞിട്ട് വാ. അതെ, തിരക്കുള്ള നേരത്താ. പോ. ഒരു ചായ അല്ല കേട്ടാ, അതിന് കൊടുത്തോളൂ. പാവല്ലേ അത്. മോനെ, തൽക്കാലം അങ്ങോട്ട് മാറി നിന്നോ കേട്ടോ. ചേച്ചി കൊണ്ടുതരാം. ഇങ്ങോട്ട് മാറി നിന്നോ കേട്ടോ. അൻവറോ, എന്താ വന്നത്? ഞാൻ വന്നിട്ട് 4 ദിവസമായി. പപ്പ, ഒരു ഫ്രൂട്ടി വേണം. 1 കിലോ ലഡുവും പിന്നെ ഈ ബ്രെഡും എടുത്തോളൂ. ഇത് രസമല്ല. ഫ്രൂട്ടിന്റെ വേറെ ഫ്ലേവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എടുത്താണ്. ഇത് നല്ല അടിപൊളിയാ.